കണ്ണൂർ KPCC അധ്യക്ഷൻ പുറത്തുവിട്ട വയനാട് ചൂരൽമല മുണ്ടക്കൈ ഫണ്ട് പിരിച്ചതിന്റെ കണക്ക് വിശ്വസിക്കാനാവില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കണ്ണൂർ അഴീക്കോടൻ മന്ദിരത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു മുണ്ടക്കൈയിലേത്. ആ വൈകാരികത മുതലെടുത്താണ് കോൺഗ്രസ് ഫണ്ട് പിരിവ് നടത്തിയത്. പിരിച്ച പണം മുഴുവനായി കണക്കിൽ കാണിച്ചുപോയെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആക്രിപെറുക്കിയും മറ്റും DYFI 20 കോടിയാണ് സ്വരൂപിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തു. ദുരന്തം നടന്ന 4 ദിവസത്തിനു ശേഷമാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ തയ്യാറായത്. പിന്നീട് അത് KPCC വീട് നിർമ്മിക്കുന്നതിലേക്ക് നൽകുമെന്ന് പറഞ്ഞു. DYFI 20 കോടി പിരിച്ചെങ്കിൽ KPCCക്ക് അതിലേറെ പിരിക്കാൻ കഴിയും. യൂത്ത് കോൺഗ്രസ് മൊബൈൽ ആപ്പ് വഴി പിരിച്ച പണത്തിന്റെ കണക്ക് പോലുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഫണ്ട് പിരിച്ചത്. അത് ഏതൊക്കെയോ വഴി പോയി ഇലക്ഷൻ പ്രചാരണത്തിന് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് ഈ ഫണ്ട് തന്നെയാണെന്നും KK രാഗേഷ് പറഞ്ഞു. പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് CPM ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലെ പണത്തിന്റെ കണക്കാണ്. ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണെന്നും KK രാഗേഷ് പറഞ്ഞു. അതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വലിയ സംഭവമാക്കി മാറ്റുന്നത്. ഞങ്ങൾ നേരത്തെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വയനാട് ഫണ്ട് വെട്ടിപ്പ് നടത്തിയ കോൺഗ്രസിനൊപ്പമാണ് V കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ. അദ്ദേഹം കണക്ക് ചോദിക്കേണ്ടത് KPCC അധ്യക്ഷനോടാണെന്നും രാഗേഷ് പറഞ്ഞു. കള്ളമാണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അയാൾ ഫേസ്ബുക്ക് വഴി കൊടുത്തു എന്ന് പറയുന്ന അക്കൗണ്ട് ഏത് അക്കൗണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല? അത് നിങ്ങളെയും കൊടുക്കൂലേ, ഞങ്ങൾ പറയപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുക. ഏത് അക്കൗണ്ട് അത്? ആ അക്കൗണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി എന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ? അതെന്താ അതിനെ കുറിച്ചല്ലേ നിങ്ങൾ ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തത്? നിങ്ങൾ ഏഷ്യാനെറ്റിലെ കൊടുത്തത്. നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ മതി. ആ പുസ്തകത്തിൽ എല്ലാം ഉണ്ട്. ആ പുസ്തകത്തിൽ പറയാത്ത കുറെ കാര്യമായിട്ട് ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കൊന്നും കുഞ്ഞികൃഷ്ണനോട് ഇനി പറയേണ്ട കാര്യമില്ല. കുഞ്ഞികൃഷ്ണൻ പാർട്ടിന്റെ ഭാഗമല്ല. കുഞ്ഞികൃഷ്ണൻ കണക്ക് നേരെ KPCCയുടെ പ്രസിഡന്റിനോട് ചോദിക്കുക. വയനാട് ഫണ്ടില് പിരിച്ച പണം എവിടെയെന്ന് അവിടെ പോയി ചോദിക്കുക. ആ ഫണ്ടിന്റെ പങ്ക് പറ്റിയിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ, ആ പങ്ക് പറ്റിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്ത കുഞ്ഞികൃഷ്ണൻ ഞങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട. കുഞ്ഞികൃഷ്ണൻ അതിനുള്ള അർഹതയില്ല.